माधव जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी यशोदनंदन ब्रजजनरंजन यमुनतीरावनचारि जय राधा माधव जय कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय राधा माधव राधे जय राधा माधव राधे जय कृष्ण बलराम जय कृष्ण बलराम जय जय प्रभुपाद जय जय प्रभुपाद ताय गुरु प्रेमानंदे हरि नमो विष्णुपाद परिमहंस परमचार्य अष्टोत्तर श्रीमद अभिचरणारिंद भक्तिवेदांत स्वामी श्री प्रभुपाद की जय श्रीमद् भगवद गीता की जय हरे कृष्ण എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 1 ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയം ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഖ്യം ദദാതി സപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശം ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിധം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാനിധാംശം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ जय श्री कृष्ण वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यो च पदानां पावनेभ्यो वैष्णवेभ्यो नमो नमः जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्दा हरे कृष्ण 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 हरे 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 राम 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 हरे हरे നമുക്ക് ശ്ലോകം നോക്കാം അധ്യായം 2 ഗീതാവിഷയ സംഗ്രഹം സഞ്ജയോവാച തം തഥാ കൃപയാവിഷ്ട അശ്രുപൂർണകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനം സഞ്ജയോവാച ഓം തഥാ കൃപയാവിഷ്ട അശ്രുപൂർണകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനം ഓം തഥാ കൃപയാവിഷ്ട അശ്രുപൂർണകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനം ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഡിവോട്ടീസ്, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അൺമ്യൂട്ട് ചെയ്തിട്ട് ആർക്കാണെങ്കിലും ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ആരുമില്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി, ഞാൻ തന്നെ വായിക്കാം ഒന്നും കൂടെ. സഞ്ജയോവാച ഓം. സഞ്ജയോവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനം. വാക്കെടുത്ത് നോക്കാം. സഞ്ജയോവാച. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ഹരേ കൃഷ്ണ. വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വായിക്കാം. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തം തഥാ കൃതയാവിഷ്ടാം പൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദന. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കാം. താല്പര്യം വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആരില്ലെന്ന് തോന്നുന്നു അല്ലേ? ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇതിന്റെ പദാനുപദ വിവർത്തനം നോക്കാം. സഞ്ജയവാച, സഞ്ജയൻ പറഞ്ഞു. തഥാ, മുൻപത്തെ പ്രകാരം, കൃപയാൽ, ആവിഷ്ടം, ബാധിക്കപ്പെട്ടവനായി, അശ്രുപൂർണ കുലേക്ഷണം, അശ്രുക്കൾ നിറഞ്ഞ കണ്ണോട് കൂടിയവനായി. എന്ന് വെച്ചാൽ കണ്ണുനീര്. അശ്രു എന്ന് വെച്ചാൽ കണ്ണുനീര്. അതായത് അദ്ദേഹം കണ്ണു നിറഞ്ഞു എന്നർത്ഥം. വിഷീദന്തം, ഏറ്റവും വിഷാദത്തോടു കൂടിയിരിക്കുന്ന, തം അവനോട്, അതായത് അർജുനനോട്, മധുസൂദനൻ, മധു എന്ന അസുരനെ കൊന്നവൻ, ഇതം വാക്യം, ഈ വാക്യത്തെ, ഉവാച പറഞ്ഞു. അപ്പോ അതിന്റെ വിവർത്തനം, സഞ്ജയൻ പറഞ്ഞു. അങ്ങനെ കരുണാർദ്ദനായി അശ്രുക്കൾ നിറഞ്ഞ കണ്ണോടുകൂടെ നിൽക്കുന്നവനായ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ പറഞ്ഞു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദയ്ക്ക് ഭൗതികമായ അനുകമ്പയും വിലാപവും കണ്ണുനീരുമെല്ലാം ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളാണ്. ശാശ്വത ആത്മാവിനോടുള്ള അനുകമ്പയാണ് ആത്മസാക്ഷാത്കാരം. മധുസൂദന എന്ന നാമം ഇവിടെ അർത്ഥവത്താണ്. പണ്ട് മധു എന്ന രാക്ഷസനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ അർജുനൻ വേണ്ടത് തൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സമായി നിൽക്കുന്ന വ്യാമോഹം എന്ന അസുരനെ നശിപ്പിക്കലാണ്. എവിടെയാണ് കരുണ കാണിക്കേണ്ടത് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. മുങ്ങിച്ചാകാൻ പോകുന്ന ഒരാളുടെ ഉടുപ്പിനോട് കരുണ കാട്ടുന്നത് ബുദ്ധിശൂന്യതയാണ്. അജ്ഞാനമാകുന്ന കടലിൽ വീണ ഒരു മനുഷ്യന്റെ ഭൗതിക ശരീരത്തെ, അതായത് പുറംചട്ട അഥവാ ഉടുപ്പ് രക്ഷിച്ചു വന്നത് കൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെടുന്നില്ല. ഇതറിയാതെ ആ വസ്ത്രത്തിനെ കുറിച്ച് വൃഥ വിലപിക്കുന്ന ഒരാളെ ശൂദ്രനെ മാത്രമേ കരുതാനാവൂ. അനാവശ്യമായി ദുഃഖിക്കുകയാണ് അയാൾ. അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയന് അനുയോജ്യമല്ല ഈ സ്വഭാവം. ഇപ്രകാരമുള്ള പെരുമാറ്റം അർജുനനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അജ്ഞനായ മനുഷ്യന്റെ വിലാപത്തെ ശമിപ്പിക്കുവാൻ കൃഷ്ണന് കഴിവുണ്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഭഗവത്ഗീത ഉപദേശിച്ചത്. ഈ അധ്യായത്തിൽ പരമാധികാരിയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൗതിക ശരീരത്തെയും ആത്മാവിനെയും കുറിച്ച് നിഷ്കൃഷ്ടമായ പഠനം നടത്തി നമ്മെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നു. കർമ്മഫലേച്ഛയില്ലാതെ തൻ്റെ മൂലസ്വരൂപ സങ്കല്പത്തിൽ വർത്തിക്കുമ്പോൾ മാത്രമേ ഈ ആത്മസാക്ഷാത്കാരം സാധ്യമാകൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. സഞ്ജയവാച, ആരാ പറ? സഞ്ജയവാച, സഞ്ജയൻ പറഞ്ഞു. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണ കുലേക്ഷണം വിഷീദന്തം ഇതം വാക്യം ഉവാചസൂദന. സഞ്ജയൻ പറയണം, അർജുനൻ എന്ത് പറ്റി? വളരെ വിഷാദനായി അല്ലേ?
വിഷണ്ണനായി. കാരണം അർജുനൻ സേനയോ ഭയോർ മധ്യേ സ്ഥാപയിതും രഥം, അല്ല, ഈ ഒരു യുദ്ധഭൂമിയുടെ മധ്യഭാഗ നിർദ്ദേശിക്കുകയല്ല, അപേക്ഷിക്കുകയല്ല. കാരണം കൃഷ്ണൻ അവിടെ ഒരു സാരഥി, അല്ലെ, വില്ലാളിയായിട്ട് നിൽക്കുന്ന അർജുനൻ ആ സമയത്ത് ഒരു യജമാന്റെ സ്ഥാനത്തും കൃഷ്ണൻ എന്നുള്ള സാരഥിയുടെ ഒരു ആജ്ഞാനപ്പെടുത്തിയിട്ടാണ് അവിടെ വർത്തിക്കുന്നത്. ആ യുദ്ധതലത്തിൽ അങ്ങനെ ഒരു വേഷം എടുത്തു കഴിഞ്ഞാൽ, ഒരു പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യാൻ പറ്റും. അപ്പോ അർജുനന്റെ നിർദ്ദേശം അനുസരിച്ച് ഭഗവാൻ അവിടെ ചെയ്യാണ്. പ്രഭുപാദര് ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരു ലെക്ചറിൽ പ്രഭുപാദ് പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും ഭഗവാനേക്കാൾ മുകളിൽ, അല്ലെങ്കിൽ ഭഗവാൻ ആകാനൊക്കെയാണ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് പേരുണ്ട്. ഈ ഭൂതിലോകത്തും നമുക്കറിയാം, മായാവാദികളൊക്കെ ഭഗവാനുമായിട്ട് ലയിച്ചു ചേരുക, അല്ലെ, പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരുക, അല്ലെങ്കിൽ ഭഗവാനായിട്ട് ഒന്നായി ചേരുക, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നിറഞ്ഞ ആൾക്കാരാണ് പലരും. പ്രഭുപാദ് പറയുന്നു, ഒരുവൻ ഭഗവാന്റെ ദാസനായിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ ആത്മാവിന് ഭഗവാനെ തന്നെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ഭഗവാന് ആജ്ഞ എന്ന് പറയാൻ നിർദ്ദേശം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഉത്തമ ഭക്തൻ എത്തിച്ചേരും, ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരുന്ന പ്രഭുപാദ് പറയുന്നു. അപ്പോ ഏതാണ് വലുതെന്ന് പ്രഭുപാദ് ചോദിക്കാം. ഭഗവാനെ സ്വന്തം പരിധിയിൽ നിർത്താൻ സാധിക്കുന്ന ഒരു ഭക്തന്റെ അവസ്ഥയാണോ, ആ നിർഗുണ ബ്രഹ്മത്തിൽ പോയി ലയിച്ചു ചേർന്നിട്ട് ഭഗവാനുമായിട്ട് ഒന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ ഏറ്റവും വലുത് എന്ന് പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട്, ഒരു പറഞ്ഞു വെക്കാണ് പ്രഭുപാദ്. അപ്പോ നമ്മൾ ഭഗവാനെ എങ്ങനെ ബന്ധിക്കാൻ പറ്റും? നമുക്ക് ഭഗവാനെ നമ്മുടെ കഴിവുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ തപശക്തി കൊണ്ട്, യോഗശക്തി ഉണ്ടെന്നല്ല, പരിശുദ്ധമായ സ്നേഹം, ഭഗവാനോടുള്ള ഭക്തി, അതിലൂടെ ഭഗവാൻ നമുക്ക് വശംബദനാവും, അല്ലെ. ഗർഗസംഹിതയില് പറയുന്നുണ്ട്, ഗർഗസംഹിതയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഈ ശ്ലോകം പറയുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. തുളസീദള മാത്രേണ ജലേന ചുടുകേന വാ വിക്രീണിതേ സ്വാത്മാനം ഭക്തേഭ്യോ ഭക്തവത്സല. എന്താണ് അതിനർത്ഥം? പരമകൃഷ്ണ ഭഗവാൻ ഒരു തുള്ളി ജലത്തിനും ഒരു തുളസിയിലേക്കും വേണ്ടി മാത്രം പരിശുദ്ധമായിട്ട് ഭക്തിയിലൂടെ സമർപ്പിക്കുന്ന ഒരു ഭക്തന് സ്വന്തമായിട്ട് വിൽക്കുമെന്നാണ് പറയുന്നത്, അല്ലെ. വിറ്റ് കഴിഞ്ഞാൽ എന്താണ്? ആ വാങ്ങുന്ന ആൾക്കാണ് അതിന്റെ അവകാശം, അല്ലെ. അങ്ങനെ ആയിത്തീരുന്നാണ് പറയുന്നത്. ഭക്തേഭ്യ ഭക്തവത്സല, ഭക്തന്മാരുടെ മേൽ അത്രയധികം കാരുണ്യമുള്ളതാണ് ഭഗവാൻ. ഭക്തവത്സലൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭഗവാനെ. ഭക്തേഭ്യ ഭക്തവത്സല, ആ ഭക്തന് വേണ്ടി ഭഗവാൻ സ്വയം സമർപ്പിതരാകുന്നു, സ്വയം അയാൾക്ക് സ്വയം വിൽക്കും, അല്ലെ. അതിനർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നുവെച്ചാല് അത്രമാത്രം അതിന്റെ ഒരു ആഴങ്ങളുള്ള അർത്ഥമാണ്, ഒരുപാട് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട് അതിന്. ഭഗവാൻ ഭക്തന്റെ ഇംഗിതത്തിനനുസരിച്ചിട്ട് പെരുമാറും. അപ്പൊ ഒരു ഇതാണ് ഭഗവാൻ, അല്ലെ. അന്ന് കാലഘട്ടത്തിൽ ക്ഷത്രിയനായിട്ട്, അല്ലെ, ക്ഷത്രിയൻ ദ്വാരകാധീശനായിട്ടിരിക്കുന്ന കൃഷ്ണൻ പോയിട്ട് അർജുനന്റെ തേര് തെളിക്കുകയാണ്. ഭഗവാന്റെ ആ ഒരു അവസ്ഥ, അല്ലെ, ഭക്തന് വേണ്ടി ഭഗവാൻ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെ. നമുക്കറിയാം ഒരുപാട് മറ്റു ലീലകളിലൊക്കെ നമുക്കറിയാം, പാണ്ഡുരംഗ ലീലയിലൊക്കെ നമുക്കറിയാം, അല്ലെ. ഭഗവാൻ പല വേഷങ്ങളും സ്വീകരിക്കുന്നു ഭക്തന്മാർക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഗുണം എന്താണ്? അനന്യ ശരണാഗതി, വേറെ ആരെയും നമ്മൾ ശരണം പ്രാപിക്കാതെ ഭഗവാനെ തന്നെ പൂർണ്ണമായി വിശ്വസിച്ച് ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ നമ്മൾ, ആ തൃച്ചേവടികളിൽ നമ്മൾ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ, സാഷ്ടാംഗം പ്രാപിച്ച് ഭഗവാനെ നീയേ ഗതി എന്നല്ലെങ്കിൽ അവിടുന്ന് ഗതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിയാൽ മാത്രമേ, അന്ന് എത്തുമ്പോൾ നമുക്കും ഭഗവാന്റെ ആ ഒരു തിരിച്ചുള്ള ഒരു പ്രതിപ്രവർത്തനം നമുക്കും കിട്ടിത്തുടങ്ങും. ഭഗവാൻ നമ്മോട് സമ്മതിക്കും. ഈ വിഗ്രഹാരാധനയും അന്നും ഈ ഭക്തിയൊന്നും വെറും കെട്ടുകഥകളോ സങ്കല്പങ്ങളോ അല്ല. നമ്മൾ എത്രത്തോളം ഭക്തിയിൽ ഉയരുന്നു നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ, നമുക്ക് അനുഭവിക്കാൻ കിട്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കും പൂന്താനത്തിനെ പോലെയും കുറുറമ്മയെ പോലെയും ഒക്കെ, വിതുരരെ പോലെയും ഒക്കെ നമുക്കും ഭഗവാൻ അടുത്ത് അനുഭവിക്കാൻ നമുക്കും പറ്റും. പക്ഷെ നമ്മൾ ആ ഒരു പരിശുദ്ധതയിലേക്ക് എത്തണം, എങ്കിൽ മാത്രമേ നമുക്ക് അനുഭവവേദ്യമായിട്ട് മാറുകയുള്ളൂ, അല്ലെ. ഇപ്പൊ നമ്മള് ഈ റേഡിയോയിലും ഒക്കെ പണ്ടൊക്കെ, അല്ലെ, പണ്ട് റേഡിയോയിൽ ചാനൽ, ഇത് എന്താ പറയാ, ചാനൽ കിട്ടാനും ടിവിയിലൊക്കെ നമ്മൾ പണ്ട് ദൂരദർശൻ ചാനൽ കിട്ടാൻ നമ്മൾ വളരെ ബന്ധപ്പെട്ട് ഈ ആന്റിനെയൊക്കെ പിടിച്ച് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റേഡിയോ തന്നെ നമ്മൾ കറക്റ്റാണ് നമ്മൾ കറക്റ്റ് അതിന്റെ സ്റ്റേഷൻ പിടിക്കുന്നു, അല്ലെ. ആ ഫ്രീക്വൻസി മാച്ച് ആയാൽ മാത്രമേ ആ ചാനൽ അതിൽ കിട്ടൂ.
എന്ന് പറയുമ്പോൾ നമ്മളും ആ ഒരു ഫ്രീക്വൻസിയിൽ എത്തണം. ഭഗവാനെ മനസ്സിലാക്കാനുള്ള ആ ഒരു പ്യൂരിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ, നമുക്ക് പരിശുദ്ധിയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭഗവാനായിട്ടുള്ള ആ റെസിപ്രിക്കേഷൻ, ഭഗവാന്റെ പ്രതികരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോ ആ പരമപുരുഷനുള്ള ഭഗവാൻ, ഈ പരമ ദിവ്യോത്തമ പുരുഷയുടെ ഭഗവാൻ ഒരു അല്ലെ, അപ്പോഴൊരു അർജുനൻ എന്ന് പറയുന്ന ഒരു കേവലം രാജകുമാരനാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വന്ന് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്തായിരിക്കണം? ഭക്തിയിൽ എന്ന് പറയുന്നുണ്ട്. ഇവിടെ വേറെ പ്രധാനപ്പെട്ട വാക്ക് മധുസൂദന എന്നൊരു വാക്കിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അർജുനൻ ഇവിടെ വളരെ എന്താ പറയാ, ഒരു ആകുലനായിരിക്കുന്ന അവസ്ഥയാണ്. ആ ആകുലത എങ്ങനെയാ ഉണ്ടായത്? അത് ശ്രീ പ്രഭുപാദ് പറഞ്ഞു, ഇച്ഛാദേശ സമുദ്ധ്യന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേയാന്തി പരന്തപ. ഈ ഇച്ഛ, ആഗ്രഹങ്ങള്, ദ്വേഷം, അസൂയ, സമുദ്ധ്യന, ഇതിൽ നിന്നൊക്കെ ഉടലെടുക്കപ്പെട്ട ദ്വന്ദ്ങ്ങൾ, ഈ ദ്വന്ദ്ങ്ങളിൽ നിന്നുണ്ടായ മോഹം, മായ, ഈ ദ്വന്ദ്ങ്ങളിൽ നിന്നുണ്ടായ മായയിൽ അകപ്പെട്ടത് കാരണമാണ് ഈ എന്താ പറയുക, ജീവാത്മാക്കൾ ശരീരം സ്വീകരിക്കുന്നത്, പുതിയ ശരീരം സ്വീകരിക്കും, ജന്മം എടുക്കുന്നത്, അല്ലെ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ജന്മം എടുക്കുമ്പോൾ തന്നെ ഈ ഒരു ദ്വന്ദ്ങ്ങൾ കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. അതിന് കാരണം, ദ്വന്ദ്ങ്ങൾ ഉണ്ടാകാൻ കാരണം എന്താണ്? ആഗ്രഹം, ആശ, അല്ലെ, സ്വതന്ത്രനായിട്ട് എന്താ പറയാ, ഈ ഭൗതികമായിട്ടുള്ള എല്ലാം ആഗ്രഹിക്കണം, അല്ലെങ്കിൽ സ്വയം ഈശ്വരനാവാനോ അല്ലെങ്കിൽ നിയന്ത്രാവാനോ ഉള്ള ആഗ്രഹം, എല്ലാத்தைയും നിയന്ത്രിക്കാനുള്ള ത്വര, പിന്നെ ഭഗവാനോടുള്ള ഒരു അസൂയ, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിബന്ധിക്കപ്പെട്ടത് എന്ന് പറയാം. അപ്പോ ഇച്ഛാദ്വേഷ സമുദ്രേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേയാന്തി പരന്തപം. ഇത് ഗീത 7-ാം അധ്യായം 27-ാം ശ്ലോകമാണ്. ശ്രീല പ്രഭുപാദ് ആ ശ്ലോകം ഈ ഒരു ലെക്ചറിൽ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അപ്പോ ഇതിൽ നിന്നാണ് നമ്മൾ എന്താ പറയാ, ഇത് ഞാൻ ഈ ശരീരമാണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഉടലെടുക്കുന്ന ഈ ദ്വന്ദ്ങ്ങളൊക്കെ, അല്ലെ, ഭയം, സന്തോഷം, ദുഃഖം, ഇതൊക്കെ അനുഭവപ്പെടുന്ന ശരീരത്തിനാണ്, അല്ലെ, ശരീരത്തിലാണ് ഇത് ഒരു മാധ്യമമായിട്ട് മാറുന്നത്. പക്ഷെ എപ്പോഴാണ് ഒരു വ്യക്തി ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ അയാൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു മുക്തി അവിടെ സാധ്യമാവുന്നുള്ളൂ. ശ്രീല പ്രഭുപാദ് പറയണ്ട്. ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്, യസ്യാത്മാ ബുദ്ധി ഗുണപേ ത്രിധാതുകേ സ്വധി കളത്രാദീഷു ഭൗമ ഇജ്ജദ്ധി യത് തീർത്ഥബുദ്ധി സലിലേ ന കർഹിജിത്ത് ജനേഷു അഭിജ്ഞേഷു ചയേവ ഗോഖര. ഏതൊരു വ്യക്തിയാണോ യസ്യാത്മാ ബുദ്ധി ഗുണപേ, ഈ മൃതമായ ശരീരം, ഈ ശരീരം ഉണ്ടാക്കപ്പെട്ടിരുന്ന എന്താ പറയാ, വാദപിത്ത കഫം ആയിട്ടുള്ള ഉണ്ടാക്കപ്പെട്ടുള്ള ഈ ഒരു ശരീരം, അല്ലെ, ഗുണപം വെച്ചാൽ ജഡമാണ്, ജഡം. ഈ ശരീരം ആത്മ വിട്ടു കഴിഞ്ഞാൽ വെറും, അല്ലെ, നമ്മള് എന്താ പറയാ, ഈ ജീവൻ വിട്ടുപോയ ശരീരത്തിന് പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായാലും, അല്ലെ, നമ്മളിപ്പം ബോഡി എന്നേ പറയാറുള്ളൂ, അല്ലെങ്കിൽ അല്ലെ ശവം അല്ലെങ്കിൽ പ്രേതം എന്നൊക്കെ പറയാറുള്ളൂ നമ്മൾ തിരുവനന്തപുരം ഭാഷയിൽ. പ്രേതം എന്ന് പറയും. ഉദ്ദേശിക്കുന്നത് ഈ പ്രേതം എപ്പൊ കൊണ്ടുവരും, എങ്ങനെയൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ബോഡി എപ്പോൾ എടുക്കും. അപ്പൊ അതോ ആ വിട്ടുപോകുമ്പോൾ അത് വെറും ബോഡിയായിട്ട് മാറണം. ഈ ഏത് നിമിഷമാണ് ഈ ആത്മാവ് വിട്ടുപോകുന്നത് വെറും മൃതമാണ് ആ ശരീരം, ജഡവസ്തുവാണ്. അപ്പൊ അതിൽ ഈ ധാതുക്കള്, വാദപിത്ത കഫങ്ങളാണ്, അല്ലെ, ആയുർവേദം അനുസരിച്ച് നമ്മുടെ അസുഖങ്ങൾക്ക് കാരണമായിട്ട് പറഞ്ഞ വാദപിത്ത കഫങ്ങളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് വിവിധ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ ആയുർവേദത്തിന്റെ ശാസ്ത്രം അങ്ങനെയാണ്, തത്വം അങ്ങനെയാണ്. അപ്പോൾ ഈ ത്രിധാതുക്കൾ ഉണ്ടാക്കിയ ഈ ഒരു ജഡമായ ശരീരം, ഈ ശരീരമാണ് ഞാൻ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയുള്ള ആൾക്കാരെയും ഈ കാണുന്ന താൽക്കാലികമായിട്ട് ബന്ധുക്കള്, ഭാര്യ, ഭർത്താവ്, ബന്ധുക്കള്, ഇവരൊക്കെ എനിക്ക് എൻ്റെ കൂടെ എന്നും പെർമനന്റ് ആയിട്ട് ഉണ്ടാവും, ഇവര് സ്ഥിരമാണ്, ഇതൊക്കെ ശാശ്വതമാണെന്ന് ചിന്തിച്ച് ഈ ശരീരമാണ് ഞാൻ എന്നൊക്കെ ചിന്തിച്ച് ആ ഒരു ബോധ നിലവാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ ഇവിടെ പ്രഭുപാദ് ശ്രീമദ് ഭാഗവതത്തില് പറയുന്നു. പ്രഭുപാദ് എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ജനേഷ്, അത് മാത്രമല്ല ഈ ആധ്യാത്മിക ജീവിതത്തില്
ഉന്നതി കൈവരിച്ച ജ്ഞാനികളെ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഈ അജ്ഞാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ മാർഗനിർദ്ദേശം നൽകി നമ്മളെ ശരിയായ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള ആൾക്കാരോട്ടുള്ള സംഘം എടുക്കാതിരിക്കുന്നവർ. പിന്നെ ഈ തീർത്ഥ സ്ഥലങ്ങളൊക്കെ, പുണ്യസ്ഥലങ്ങളൊക്കെ വെറും നദികളും വെറും വെള്ളവും കാടും. ചില ആൾക്കാർ അങ്ങനെ വൃന്ദാവനത്തിൽ പോയിട്ട് പറയാം അത് അവിടെ ഒന്നുമില്ല, അവിടെ വെറും കാടും കുറെ പന്നികളും കുറെ പശുക്കളും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള അത്രയും ഒരു മഹത്തുക്കളെ ആൾക്കാരുടെ കൂടെ നമ്മൾ, സത്തുക്കളുടെ കൂടെ നിങ്ങൾ സത്സംഗം എടുത്ത് അവരുടെ കൂടെ നമ്മൾ ഈ ധാമങ്ങളിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിന് ശരിയായിട്ടുള്ള ഭാവത്തിലും രൂപത്തിലും നമുക്ക് അനുഭവവേദ്യമായിട്ട് മാറും നമുക്ക്. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ഞാൻ ഈ ശരീരമാണ് എന്ന് തെറ്റിദ്ധരിച്ച് അത് ഈ ജഡമായ ശരീരം ഇതാണ് ഞാനെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, തീർത്ഥസ്ഥാനങ്ങളൊക്കെ വെറും ജലങ്ങൾ, ഒരു സാധാരണ ഒരു സ്ഥലമാണ്, ഒരു നദിയാണ്, ഒരു കാടാണ് എന്നൊക്കെ വിചാരിച്ച്, ഒരു പുഴയാണെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെയുള്ള ആൾക്കാരെയും ഈ സജ്ജനങ്ങളുമായിട്ട് സത്സംഗം എടുക്കാത്ത ആൾക്കാരെയും ഇവിടെ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത് അവരെന്താണ്? സ ഏവ ഘോഖര, വെറും ഇരുകാലും എന്താ പറയാ മൃഗങ്ങളാണ്, മൃഗങ്ങൾക്ക് തുല്യമാണ്. ഗോ എന്ന് വെച്ചാൽ പശു, ഖര എന്ന് വെച്ചാൽ എന്താണ്? കഴുതകളും പശുക്കളും, അല്ലെ ആടുമാടുകളും പശുക്കളും, അല്ലെങ്കിൽ എന്താ ഡോങ്കി, കഴുതയുടെ അവസ്ഥ എന്താണ്? കഴുത എന്താ പറയാ ഒരു പിടി പുല്ലിനോ അല്ലെങ്കിൽ ഒരു കെട്ട് പുല്ലിനു വേണ്ടി, ഒരു പിടി പുല്ലിനു വേണ്ടിയോ അല്ലെങ്കിൽ വരത്തൊലിക്ക് വേണ്ടിയിട്ടോ ദിവസം മുഴുവനും ഇങ്ങനെ വിഴുപ്പ് ചുമക്കുകയാണ്. സ്വന്തമാണ്. ഈ കഴുതയ്ക്ക് ഈ വിഴുപ്പോട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. ആരുടെയൊക്കെ വസ്ത്രമാണ് ഇവൻ വിഴുപ്പാണ് ചിലപ്പോൾ ചുമക്കുന്നത്. ഇവന് ഭക്ഷണം കിട്ടും, അത്രേ ഉള്ളൂ, അല്ലെ? നേരെ ചില അടിയും കിട്ടും. അപ്പൊ ഇവന്റെ വിചാരം ഇവനോട്ടൊരു ഇതുപോലെയാണ്. അതുകൊണ്ടാണ് ഉപമിക്കാൻ കാരണം. ഇവന് ഇതൊന്നും എന്റേതല്ല, നമ്മുടെതാണോ ഇത് വല്ലതും? നമ്മൾ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ശാശ്വതമല്ല. നമ്മൾ ഇന്ന് നമ്മുടെ ബന്ധുക്കളെന്നോ മകനെന്നോ എന്താ പറയാ അച്ഛനും അമ്മയെന്നോ ആരും നമ്മുടെ കൂടെ ഒരിക്കലും പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പം ഇവിടെ പ്രഭുപാദ് പറഞ്ഞത് ഈ ശരീരം ആണെന്ന് ചിന്തിച്ചുള്ള ആ ഒരു അജ്ഞാനത്തിൽ നിന്നാണ് ഇവിടെയും ഈ ഒരു അവസ്ഥ അർജുനന് വന്നു ചേർന്നത് എന്നിവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്. അല്ലെ, ശാശ്വത ആത്മാവിനോടുള്ള അനുകമ്പയാണ് ആത്മസാക്ഷാത്കാരം. അപ്പൊ അല്ല ഈ ശരീരം ആണ് ഞാനെന്ന് വിചാരിച്ചിട്ട് ആ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമയം വേസ്റ്റ് ആയിട്ട് കരയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അത് മാത്രമല്ല, അർജുനയുടെ ക്ഷത്രിയനാണ്, ക്ഷത്രിയന്റെ ധർമ്മമുണ്ട്. ഓരോ കുലത്തിൽ ജനിച്ച ആൾക്കാർ അവരുടെ ധർമ്മങ്ങളുണ്ട്, അത് അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് നമ്മളെ വേറെ ഒരു സദ്യത്തിലേക്ക് ഉയർത്തില്ല എന്നാണ് പറയുന്നത്. ഇപ്പോ ഭൗതികമായ അനുകമ്പയും വിലാപവും കണ്ണീരുമെല്ലാം ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ആത്മാവ് എന്താണ്, ശരീരം എന്താണെന്നുള്ളത് വേർതിരിച്ചറിയാത്തതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അർജുനൻ ഇവിടെ തന്നെ സംഭവിച്ചു. പക്ഷെ അർജുനൊരു വ്യത്യാസമുണ്ട്. അർജുനൻ ശരിക്കും അങ്ങനെ ഒരു നമ്മളെ പോലെ പതിതാത്മാവല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ആചാര്യന്മാരും അല്ലെങ്കിൽ ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരും ഒക്കെ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഒരു അജ്ഞത പോലെ മാറുന്ന ഭഗവാന്റെ തന്നെ ഒരു ലീലാവിലാസമാണ്. കാരണം ഇവരെ ഇങ്ങനെയുള്ള ആൾക്കാരെ, വ്യക്തിത്വങ്ങളെ, മഹാവ്യക്തിത്വങ്ങളെ ഉദാഹരണമാക്കി വെച്ചുകൊണ്ട് ജ്ഞാനം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ ഒരു ലീല ചെയ്യുന്നത്. അർജുനൻ ഭഗവാന്റെ സന്തത സഹചാരിയാണ്. ആ അർജുനൻ ഒരിക്കലും ഇങ്ങനെ ഒരു സംശയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഭഗവാന്റെ യോഗമായ കൊണ്ട് തന്നെ ഭഗവാൻ അങ്ങനെ അവസ്ഥയിൽ എത്തിച്ചു അർജുനൻ. അപ്പൊ അർജുനനെ മുൻനിർത്തി നമുക്ക് ഈ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ജ്ഞാനം വീണ്ടും ഉപദേശിക്കാനാണ് ഭഗവാൻ ഒരു സാഹചര്യം ഒരുക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അർജുനൻ ഇവിടെ അവിടെ ആ തൽക്കാലമായിട്ടാണെങ്കിലും അർജുനോട് കാണിക്കുന്നത് ഒരു അജ്ഞതയാണ്. ഞാൻ ഈ ശരീരമാണ്, ഇവരെല്ലാം എൻ്റെ ബന്ധുക്കളാണ്, എൻ്റെ അമ്മാവനാണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്, അല്ലെ അങ്ങനത്തെ ബന്ധങ്ങൾ, അല്ലെ എൻ്റെ മുത്തശ്ശനാണ്, എൻ്റെ ആചാര്യനാണ്. ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ധർമ്മമാണ്, യുദ്ധം ചെയ്യുന്നവന്റെ ധർമ്മമാണ്. അത് മാത്രമല്ല ഭഗവാൻ, പരമപുരുഷനായ ഭഗവാനല്ലേ ഇത് പറയുന്നത്, ചെയ്യുന്നു പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് മടിക്കുന്നു? ഭഗവാൻ പറയുന്നതാണ് ആത്യന്തികമായിട്ടുള്ള ധർമ്മം, അല്ലെ? ആചാര പ്രഭോ ധർമ്മ ധർമ്മസ്യ പ്രഭുഷിത. ഈ ധർമ്മത്തിന്റെ എല്ലാം പ്രഭു ആരാണ്? അച്യുതനാണ്. അച്യുതൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും വീഴ്ച സംഭവിക്കാത്തവൻ എന്നാണ്. സ്വന്തം ഭക്തന്മാരെ രക്ഷിക്കുന്നതിൽ ഒരിക്കലും ഒരു വീഴ്ച സംഭവിക്കാത്ത ഒരു വ്യക്തിത്വമാണ് അച്യുതൻ. അങ്ങനെ ഭഗവാൻ അങ്ങനെ ഒരു പേര്. അല്ലെങ്കിൽ ഒരിക്കലും ചുതി സംഭവിക്കാത്തവൻ, ഒരിക്കലും സ്വന്തം എന്താ ആധ്യാത്മികമായ നിലയിൽ നിന്ന് ഒരിക്കലും നിബന്ധിക്കാത്ത വ്യക്തി എന്നൊരർത്ഥമുണ്ട്. വേറൊരർത്ഥം സ്വന്തം ഭക്തന്മാരെ രക്ഷിക്കുന്നതിൽ ഒരിക്കലും വീഴ്ച സംഭവിക്കാത്തവൻ എന്നും അർത്ഥമുണ്ട് ഭഗവാന്. അച്യുതൻ എന്ന പേരുണ്ട്. അപ്പോ ഈ ഭഗവാനാണ് ഈ ധർമ്മങ്ങളുടെ എല്ലാം അധിപൻ. അപ്പൊ ഈ പരമപുരുഷനുള്ള, പരമ ദിവ്യോത്തമ പുരുഷനുള്ള ഈ
കൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട് നീ ഇത് ചെയ്യും, അപ്പൊ അതും ചെയ്യുന്നില്ല. അപ്പൊ അതിന് ഭഗവാൻ പറയുന്നതാണ് ആത്യന്തികമായിട്ടുള്ള ധർമ്മം. അത് അനുഷ്ഠിക്കാതെ ഭഗവാന്റെ ആ ഒരു നിർദ്ദേശം അനുസരിക്കാതെ വീണ്ടും ഇദ്ദേഹം അജ്ഞതയിൽ മുഴുകി പറയാണ് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്റെ ബന്ധുക്കളെയും കൊന്നിട്ട് എനിക്കൊരു സദ്ഗതിയും വേണ്ട, എനിക്കൊരു ഐശ്വര്യം വേണ്ട, ഇവരുടെ രക്തം കൊണ്ട് എന്താ പറയാ മുഴുകിയ രക്തത്തിൽ കുളിച്ച ഒരു ഐശ്വര്യം എനിക്ക് വേണ്ട, രാജ്യം എനിക്ക് വേണ്ട എന്നൊക്കെ ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം സാധാരണ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവർ ആർക്കും അറിയില്ല. എല്ലാവരും ഇപ്പൊ ഞാൻ അറിഞ്ഞാൽ ഇപ്പൊ ഞാൻ അതാണ് ഇതാണ്, ഞാനൊരു ഇത്ര ഡിഗ്രി ഉള്ള ആളാണ്, ഞാൻ ഇന്ന രാജ്യക്കാരനാണ്, എനിക്ക് ഇത്രയും കോടിയുടെ ആസ്തിയുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഈ ഞാൻ ആരാണ് എന്ന് പറയുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല. അല്ല, നമ്മൾ പറയാറുണ്ട് എപ്പോഴും ഞാൻ കാല് അല്ലെങ്കിൽ ഞാൻ തല. ഇല്ല, എന്റെ തല ചോദിച്ചാൽ ഇത് എന്റെ തല, എന്റെ കൈ, എന്റെ കാല് വേദനിക്കുന്നു, എന്റെ കൈ വേദനിക്കുന്നു. ഞാനും ശരീരവും ഒന്നാണെങ്കിൽ എന്തിനങ്ങനെ പറയണം? എന്റെ തല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? എന്റെ കാലെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ തല, ഞാൻ കാല്, ഞാൻ കൈ എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ ഈ എന്റെ എന്ന് പറയുമ്പോൾ ഈ എന്റെ വേറെ വ്യക്തി ഇവിടെ ഉണ്ട്, വേറൊരു വ്യക്തിത്വം ഉണ്ട്. ഈ ശരീരമല്ല, ഈ ശരീരം അല്ലാതെ വേറൊരാളോടെ ഉണ്ട്. അതാണ് ആത്മാവ്. അപ്പൊ ഈ ആത്മാവാണ് ആത്യന്തികമായിട്ടുള്ള അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള ഒന്നും മനസ്സിലാക്കാത്ത ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആത്മാവാണ്, ശരീരമല്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഒരു എന്താ പറയുക, ഒരു വിവേകം, ഒരു വെളിപാട് ഉണ്ടായി കഴിയുമ്പോൾ സമയത്താണ് ഈ ദ്വന്ദ്ങ്ങളൊക്കെ നമ്മളെ വിട്ടുപോകും. സുഖം, ദുഃഖം, അങ്ങനെയുള്ള എന്താ പറയാ എല്ലാ തരത്തിലുള്ള ദ്വന്ദ്ങ്ങൾ, രണ്ട് തരത്തിലുള്ള, നമുക്ക് രണ്ടൊന്നുമില്ല, പിന്നെ എല്ലാം ഒന്നാണ്. ഒരു എന്താ പറയുക, ആധ്യാത്മിക ജ്ഞാനം സിദ്ധിച്ച ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ അയാൾക്ക് ഇതെല്ലാം തുല്യമാണ്. കാരണം അയാൾക്കറിയാം ഇതൊന്നും ശാശ്വതമല്ല, ഇതെല്ലാം വന്നും പോയിരിക്കും. ആത്യന്തികമായിട്ടുള്ളത് ഈ ആത്മാവാണ്. ഈ ആത്മാവ് ഈ പരമപുരുഷനോടുള്ള ബന്ധമാണ് ആത്യന്തികമായിട്ടുള്ളത്, ശാശ്വതമായിട്ടുള്ളത്. എങ്ങനെ ആ ബന്ധം പുനഃസ്ഥാപിക്കാം? ഇതാണ് ശരിക്കും പറഞ്ഞാല് ഒരു ശരിയായിട്ടുള്ള ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുന്ന ആൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ ഭൗതികതയും വഴി നടക്കുന്ന ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്നത് ഇതിനുണ്ട്. വേറെ ഇപ്പൊ മധുസൂദന എന്നൊരു വാക്ക് ഇവിടെ എടുത്തു പറയുന്നത് അർത്ഥവത്താണ്. ഇവിടെ ഭഗവാൻ അത് മധു എന്നൊരു രാക്ഷസനെ പണ്ട് ഭഗവാൻ വധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മധുസൂദന എന്നൊരു പദത്തിന് പലതരത്തിലുള്ള അർത്ഥം പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള അർത്ഥം ഈ മധുസൂദന എന്നുള്ള വാക്കിന് പറയുന്നുണ്ട്. ആർക്കെങ്കിലും അറിയാമോ ഈ മധുസൂദന എന്നുള്ള പേര് ഭഗവാന് കിട്ടിയത് എങ്ങനെയാണ്? ആർക്കെങ്കിലും പറയാമോ? അറിയില്ലുണ്ടെങ്കിൽ പറയാൻ ശ്രമിക്കൂ, അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഹരേ കൃഷ്ണ. മധു എന്ന ഹരേ രാക്ഷസനെ കൃഷ്ണ. മധു എന്ന അസുരനെ പറയൂ, കൊല്ലതുകൊണ്ട് പറയൂ. മധുസൂദനൻ എന്ന പേര് വന്നു. ഒരു കാരണമാണ്. എവിടുന്നാണ് മധു ഉണ്ടായത് അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? മധു എവിടുന്നുണ്ടായി? മധു അച്ഛനും അമ്മ ആരാണ്? ആരുമില്ലേ? ആരൊന്നും പറയുന്നില്ല. തെറ്റിയാലും കുഴപ്പമില്ല, ശ്രമിച്ചു നോക്കൂ. ഞാൻ തന്നെ പറയാം, ആരൊന്നും പറയുന്നില്ല. ഇപ്പോ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, സഭാപർവത്തില് 63-ാം അധ്യായം 13-ാം ശ്ലോകം. വിഷ്ണു കർണോദ്ഭവം ചാപി മധുനാമ മഹാസുരം തസ്യ താവത് വധാത് ഏവ ദേവദാനവ മാനവ മധുസൂദന ഇത്യാഹുർ ശ്രേഷ്ഠ ജനാർദ്ദനം. അപ്പൊ ജനാർദ്ദനായിട്ടുള്ള ഭഗവാൻ എങ്ങനെ മധുസൂദനൻ എന്ന് പേര് വന്നു എന്ന് വെച്ചാല് മഹാഭാരതത്തിൽ പറഞ്ഞു, വിഷ്ണു കർണോദ്ഭവം ചാപി. വിഷ്ണുവിന്റെ കർണ, അതായത് വിഷ്ണുവിന്റെ കർണമലം, നമ്മള് ചെവിക്കായ എന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലെ തിരുവനന്തപുരത്ത്. അപ്പം അതായത് കർണമലം, ചെവിക്കകത്തുള്ള ആ അടുക്കിൽ നിന്ന് ഉണ്ടായ ഒരു മഹാസുരനാണ്. 2 അസുരന്മാരുണ്ടായി, മധു കൈടവന്മാർ. അതിൽ മധുവിനെയാണ് ഭഗവാൻ ആദ്യം വധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മധുസൂദനൻ എന്ന പേര്. തത്താവത് വധാദേവ, അങ്ങനെയാണ് ദേവന്മാരും ദാനവന്മാരും മാനവന്മാരും ഋഷിമാരും ജനാർദ്ദനനെ മധുസൂദനൻ എന്ന് വിളിച്ചത്. അപ്പം ഭഗവാന്റെ കർണമലത്തുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ എല്ലാം, ഭഗവാനെ സംബന്ധിച്ചിട്ട് ഭഗവാനായിട്ട് ബന്ധപ്പെട്ട എല്ലാം അതീന്ദ്രിയങ്ങളാണ്, ആധ്യാത്മികങ്ങളാണ്. ഭഗവാന്റെ കർണരന്ധ്രത്തിൽ നിന്നുണ്ടായ ചെവിക്കായത്തിന് പോലും ജീവനുണ്ടെന്നാണ് അല്ലെ. ഭഗവാന്റെ ധാമത്തിൽ അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. ഭഗവാന്റെ
എന്താ പറയാ, പാർഷദന്മാര്, ഭഗവാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങള്, ഭഗവാന്റെ ആഭൂഷണങ്ങള്, ഇതെല്ലാം ഓരോ വ്യക്തികളാണ്. ഭഗവാന്റെ ചക്രം, ഗദ, പത്മം, ഇതെല്ലാം ഓരോ വ്യക്തിത്വങ്ങളാണ്. നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉള്ളില്, ശ്രീകോവിലിനുള്ളില് ഭഗവാന്റെ പുറകിലൊരു ചുവറുണ്ടല്ലോ, ശ്രീകോവിലിനുള്ളിൽ. ആ ചുവരില് ഈ ആയുധ പുരുഷന്മാരൊക്കെ ആയുധങ്ങൾ തലയിൽ വെച്ചിട്ട് ഭഗവാനെ തൊഴുതു നിൽക്കുന്നവരാണ്. അപ്പൊ ഈ ആയുധ പുരുഷന്മാർക്ക് എല്ലാം ഒരു വ്യക്തിരൂപങ്ങളുണ്ട്. ഭഗവാന്റെ ആഭൂഷണങ്ങൾക്ക്, ഭഗവാന്റെ ഈ ആഭൂഷണങ്ങളും ആയുധങ്ങളും ഒക്കെയാണ് കലിയുഗത്തിൽ ആഴ്വാരന്മാരായിട്ട് അവതരിച്ചെന്ന് പറയുന്നുണ്ട്. ഭഗവാന്റെ നാന്തകം വാളാണ് നമ്മുടെ എന്താ പറയാ, ശ്രീരംഗം ക്ഷേത്രമൊക്കെ പുതുക്കിപ്പണിഞ്ഞ ആഴ്വാറ്, തിരുമങ്കി ആഴ്വാർ. ഭഗവാന്റെ കൗസ്തവമണിയുടെ അവതാരമാണ് കുലശേഖര ആഴ്വാർ, നമ്മുടെ മുകുന്ദമാല സ്തോത്രമൊക്കെ എഴുതിയ. അങ്ങനെ ഭഗവാന്റെ എല്ലാ ആഭൂഷണങ്ങൾക്കും, ഭഗവാൻ ധാമത്തിലെ എല്ലാ സാധനങ്ങൾക്കും വ്യക്തിരൂപമുണ്ട്, വ്യക്തിത്വമുണ്ട് അവർക്കെല്ലാം. ഒരു രൂപം, അത് ഭഗവാൻ ഒരു ആവശ്യം വരും ഭഗവാനെ ഓരോ രൂപത്തിൽ അവർ സേവിക്കും എന്നാണ്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ കർണരന്ധ്രത്തിന് വന്ന ആ അഴുക്കിന് പോലും ഒരു ജീവൻ അല്ലെ ഉണ്ടെന്നാണ്. നമ്മൾ സാധാരണ ബുദ്ധിക്ക് തന്നെ നമുക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും. സാധാരണക്കാർ പറഞ്ഞാൽ അവരത് ഉൾക്കൊള്ളുകയൊന്നുമില്ല. പ്രത്യേകിച്ച് നിരീശ്വരവാദി അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കില്ല. അവര് വേറെ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ ഈ അത്രയും ഒരു ശുദ്ധമായിട്ടുള്ള, പരിശുദ്ധമായിട്ടുള്ള ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളൊക്കെ മനസ്സിലാക്കാനും, നമുക്ക് പരിശുദ്ധ ഭക്തന്മാർക്ക് മാത്രമേ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അല്ലാതെ പറയുന്നവർക്കൊന്നും അത്രയും ജന്മജന്മാന്തര പാപങ്ങളും അഴുക്കുകൾ അടിഞ്ഞുകൂടിയ ഒരു മനസ്സിനും അല്ലെങ്കിൽ ഹൃദയത്തിനും അത് ഒരിക്കലും ഉൾക്കൊള്ളാനും വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അത്രയും കർമ്മഭാരം ചുമക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും പറ്റില്ല. ശുദ്ധനാമം ചെയ്ത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ശുദ്ധഭക്തന്മാർക്ക് മാത്രമേ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റൂ. പിന്നെ ഈ മധുസൂദന എന്നുള്ള വേറൊരു രണ്ടാമത്തെ അർത്ഥം, ഒരു കുറച്ചുകൂടെ രഹസ്യമായുള്ള അർത്ഥം, അത് ഹരിവംശത്തില് ഭവിഷ്യപർവത്തില് 88-ാം ചാപ്റ്ററിൽ 46-ാം ശ്ലോകം, മധുരേന്ദ്രിയ നാമേതി തതോ മധുനിഷൂദന. ഇവിടെ മധു എന്നുള്ളതിന് എന്താണ്? ഇന്ദ്രിയ ആസ്വാദനം, അല്ല ഇന്ദ്രിയങ്ങൾ, അല്ല ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആസ്വദിക്കുന്ന വസ്തുക്കൾ എന്നൊക്കെയാണ് അങ്ങനെ അർത്ഥം. മധുരിന്ദ്രിയ, ഇന്ദ്രിയം വെച്ചാൽ വെറും ഇന്ദ്രിയം ആയ പറ്റില്ല. ഇന്ദ്രിയത്തിന് ആസ്വാദന വസ്തുക്കളുണ്ട് അല്ലെ, ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിനുള്ള ആസ്വാദന വസ്തുക്കളുണ്ട്. അപ്പൊ ഇന്ദ്രിയ ആസ്വാദനത്തിൽ, അതായത് ഭഗവാനെ ശരണം പ്രാപിച്ച വ്യക്തിത്വങ്ങളുടെ ഇന്ദ്രിയ ആസ്വാദനത്തിൽ അങ്ങനെ നിയന്ത്രിക്കാനായിട്ടുള്ള അനുഗ്രഹം കൊടുക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ആ ത്വരയെ ശമിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്താൻ, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ കഴിവുള്ള വ്യക്തി എന്നുള്ള ഒരു അർത്ഥം കൂടെ ആ മധുസൂദന എന്നുള്ളതിന് ഒരു കുറച്ചുകൂടെ ഒരു ആന്തരികമായിട്ടുള്ള അർത്ഥം അതിന് കൂടെ ഉണ്ട്. ഇനി ഒരു വളരെ രഹസ്യമായിട്ടുള്ള അർത്ഥമുണ്ട്, അത് ഞാനിവിടെ പറയാൻ എന്താ പറയുക ആഗ്രഹിക്കുന്നില്ല. അത് കുറച്ച് ആധ്യാത്മികമായിട്ട് ഉന്നത നിലവാരത്തിലുള്ള ഒരു അർത്ഥമാണ്. അത് ഇവിടെ അത് പരസ്യമായിട്ട് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ അർത്ഥം കൂടെ അതിനുണ്ട്. അപ്പൊ പ്രധാനം നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടർത്ഥം മതി. ഒന്ന്, മധു എന്ന് പറയുന്ന അസുരനെ കൊന്നു. രണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങളും അല്ലെ, നമ്മുടെ ആഗ്രഹങ്ങളും ഈ ഇന്ദ്രിയ ആസ്വാദനം ഒക്കെ അസുരന്മാരാണ്. ഈ അസുരനെ നമ്മൾ നശിപ്പിക്കുന്ന ഒരു അല്ലെ, അതെങ്ങനെ നശിപ്പിക്കും? ഭഗവാൻ വന്ന് ഗദയോ ചക്രം കൊണ്ട് വെട്ടിമുറിക്കുന്നല്ല. നമ്മൾ എപ്പോഴാണോ ഒരു വ്യക്തി, ഒരു ജീവാത്മാ ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ, പരമാത്മാ ഭഗവാന്റെ വ്യക്തിരൂപത്തിന് ശരണം പ്രാപിച്ച്, ഭഗവാന് എന്താ പറയുക, പരബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ, അങ്ങനെ 3 തരത്തിലുള്ള രൂപങ്ങളുണ്ട്, എന്താ പറയാ, അവസ്ഥകളുണ്ടല്ലോ. അതില് ഏറ്റവും ഉന്നതമായിട്ട് അവസ്ഥയാണ് ത്രിഭംഗ ലളിതാകാരനായിട്ടുള്ള ശ്യാമസുന്ദര രൂപം. ആ ഭഗവാൻ വ്യക്തിയാണെന്ന് മനസ്സിലാക്കി, പരമപുരുഷനാണെന്ന് മനസ്സിലാക്കി ആ ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഒരു അവസ്ഥയില് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്ന കാമക്രോധ ലോഭ മോഹമത മാത്സര്യങ്ങളാവുന്ന ശത്രുക്കള്, അസുരന്മാര്, ഈ മധുവിനെ പോലെ അസുരന്മാരൊക്കെ സ്വയം നശിക്കും. ആ ഭഗവാന്റെ കൃപ കിട്ടുന്ന മാത്രയില് നമുക്ക് എന്താ പറയാ, ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മോക്ഷം എന്നൊരവസ്ഥ നമുക്ക് അനുഭവിക്കാം. അങ്ങനെയുള്ള ആൾക്കാരാണ് ജീവൻ മുക്തർ എന്ന് പറയുന്നത്. ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അവര് ഈ ഭൗതികതയോടെല്ലാം കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട ആൾക്കാരാണ്. ഇഹായസ്യ ഹരിർദാസേ കർമ്മണ മനസാഗരാഹ നിഖിലശ്വാസാഭി അവസ്ഥാസു ജീവൻ മുക്ത സൗച്യതേ. അത് ഭക്തിരസാമ സിന്ധുവിൽ പറയുന്നതാണ്. ഒരു വ്യക്തി ഹരിയുടെ ദാസ്യം, ഹരിയുടെ സേവ മനസാ കർമ്മണാഗ്ര, മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ
ഭഗവാന്റെ ആ ഒരു ആശ്രയത്തിൽ വന്ന് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ നിഖിലസ്വാഭ്യവസ്ഥാസു, ഏകാവസ്ഥ ഇരുന്നാലും ശരി, ജീവൻ മുക്ത സൂച്യത, അങ്ങനെയുള്ള വ്യക്തികളെ ജീവൻ മുക്തർ എന്ന് പറയും. അതായത് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മുക്തി പ്രാപിച്ചവര് എന്നർത്ഥം. അപ്പോ ഈ ഭഗവാന്റെ ദാസ്യത്തിനുള്ള പ്രത്യേകത എന്താണ്? ഭഗവാന്റെ ദാസ്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഈ പൂർണ്ണമായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അല്ലെ, നമുക്ക് എല്ലാവർക്കും ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഓരോ ത്വരകളുണ്ട് അല്ലെ. മൂക്കിന് നല്ല ഗന്ധം ആസ്വദിക്കാനുള്ളത്, നാക്കിന് രുചിയുള്ള ഭക്ഷണം ആസ്വദിക്കാൻ, നമ്മുടെ കാലുകൊണ്ട് നടന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നുള്ള യാത്ര ചെയ്യാനുള്ളത്, അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഓരോ ത്വരകളുണ്ട്. നമുക്കത് ഒരിക്കലും കേൾക്കുക അല്ലെ, കേൾക്കുന്ന മറ്റുള്ളവരെ പറ്റി കേൾക്കുന്നത് ഒരു ത്വരയാണ്, പക്ഷെ മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ യക്ഷണി ഭരതകൃഷ്ണനൊക്കെ അത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അതിന് എന്ന് പറയും പോലെ ഇതെല്ലാം സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്താണോ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. പണ്ട് മലയാളത്തിലൊരു പാട്ട് കേൾക്കുമായിരുന്നു അല്ലെ, എന്താ പറയാ, കണ്ണെന്തിന് തന്നു ഭഗവാൻ എന്നൊക്കെ ഒരു പാട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും അത്. അത് ആ പാട്ട് ശരിക്കും ശ്രീമദ് ഭാഗവതത്തിലൊക്കെ പറയുന്ന ശ്ലോകങ്ങളുടെ ഒരു ചുവട് പിടിച്ചുണ്ടായ പാട്ടാണ് അല്ലെ. എന്തിനാണ് നമുക്ക് ഭഗവാൻ കൈ തന്നത്? ഭഗവാന്റെ പാദങ്ങളെ സേവിക്കാൻ. ചെവി തന്നത് എന്തിനാണ്? ഭഗവാന്റെ അപദാനങ്ങളും നാമകീർത്തനങ്ങളും കേൾക്കാൻ. നാവ് തന്നതാണ് ഭഗവാന്റെ മഹാപ്രസാദം രുചിക്കാൻ, തീർത്ഥം സേവിക്കാൻ. അതുപോലെ തന്നെ എന്തിനാണ് നമുക്ക് ഈ ശരീരത്തിന്റെ സ്കിന്ന് തന്നതാണ് ത്വക്ക്, പരിശുദ്ധ ഭക്തന്മാരുടെ ശരീരസ്പർശം ഏൽക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ത്വരകളുണ്ട്. ഈ ത്വരകളെല്ലാം നമ്മൾ കൃഷ്ണാബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഉള്ളിലേക്ക് വലിയും, ഈ ഇന്ദ്രിയങ്ങളുടെ ത്വര. കാരണം അത് പ്യൂരിഫൈ ആവാണ്, പരിശുദ്ധമാകപ്പെടുകയാണ് നമ്മുടെ ത്വരകളൊക്കെ. അല്ലാതെ ഒറ്റയടിക്ക് ഈ ത്വരകളെ നമുക്ക് ഇന്ദ്രിയ ആസ്വാദനത്തിന്റെ ത്വരകളെ ഒറ്റയടിക്ക് വെട്ടിമുറിച്ച് കളയാനൊന്നും പറ്റില്ല. നമ്മൾ കണ്ടില്ല, ചില മരങ്ങൾ നമ്മൾ മുറിച്ച് കളയും. മുറിച്ച് കളയുമ്പോൾ വേരുന്ന് പിന്നെ അത് 10 ശാഖയായിട്ട് 10 ബ്രാഞ്ചായിട്ട് വളർന്നു വരും. അങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ എന്താ പറയാ, മനസ്സിനെ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ ആർട്ടിഫിഷ്യലി നമ്മൾ അതിനെ യാന്ത്രികമായിട്ട് അടിച്ചമർത്താൻ ശ്രമിക്കും. പക്ഷെ ഒന്നിന്റെ ആവശ്യമില്ല. നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ അല്ലെ, നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിന് സർവോപാധി വിനിമുക്തം തത്പരത്തിന് നിർമ്മലം ഋഷിക സേവനം ഭക്തിരുത്തമ. എന്താണ്? ഒരു ഉപാധികളും ഇല്ല, എല്ലാ ഉപാധികളും മാറ്റിവെച്ചിട്ട് തത്പരത്തിന് നിർമ്മലം പരിശുദ്ധമായിട്ട് ഋഷികേശം. ഭഗവാൻ ഋഷികേശൻ എന്നൊരു പേരുണ്ട്, അറിയാലോ. ഋഷികം എന്നാൽ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾക്ക് ആസ്വാദനം, ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഭഗവാന് ഋഷികേശൻ എന്നറിയപ്പെടുന്നത്. ഋഷികം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ നാഥൻ. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ അജ്ഞാനത്തിൽ നിന്നും ഈ തെറ്റായിട്ടുള്ള പ്രവണതയിൽ നിന്നൊക്കെ നമ്മൾ സ്വയം മാറി പരിശുദ്ധരായിട്ട് മാറി എന്തായി മാറും? നമ്മൾ ജീവൻ മുക്തരായിട്ട് മാറും. ഇപ്പൊ പ്രഭുപദ പറഞ്ഞു, മധുസൂദന നാമം ഇവിടെ അർത്ഥവത്താണ്. ഈ അർജുനന്റെ അജ്ഞാനം അല്ലെ, അജ്ഞാനത്തിനെയാണ് ഇവിടെ ആ അജ്ഞാനത്തിന് നശിപ്പിക്കാൻ കഴിവുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ മധുസൂദനൻ എന്നൊരു അർത്ഥത്തോടെ പറയാം. ഈ അജ്ഞാനത്തിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും വലിയ അജ്ഞാനം എന്താണ്? ഞാൻ ഈ ശരീരമാണ്, ആത്മാവല്ല, ആത്മാവാണെന്നൊരു തിരിച്ചറിവില്ലാത്തൊരവസ്ഥ. ഞാൻ ശരീരമാണ്, ശരീരത്തിന് വേണ്ടി എല്ലാം ചെയ്യും നമ്മൾ. പക്ഷെ ആത്മാവിന്റെ ഉന്നതിക്ക് വേണ്ടി, ആത്മാവിന്റെ പോഷണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യുന്നില്ല. പ്രഭുപാദ് എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്, ഒരു ധനികയായിട്ടുള്ള ഒരു സ്ത്രീ സ്വർണ്ണക്കൂട്ടിനുള്ളിൽ ഒരു തത്തയെ വാങ്ങിച്ചു വളർത്തി. തത്തയ്ക്ക് ആഹാരം കൊടുക്കാൻ മറന്നു. അവരെന്നും ഈ സ്വർണ്ണക്കൂട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഒക്കെ വെക്കും. പക്ഷേ പിന്നെ ഇപ്പൊ ഒരു ആഹാരം കൊടുക്കാൻ മറന്നേ ഈ തത്തയ്ക്ക്. അപ്പൊ എന്ത് പറ്റി? തത്ത ചത്തുപോയി. അതുകൊണ്ട് ഒരു എന്താ പറയാ, ഒരു ഉപയോഗവും എന്താ പറയാ ഇല്ല. ഈ പിന്നെ കൂട്ടിനകത്ത് തന്നെ തത്ത ഉണ്ടാക്കും. തത്ത ചത്തതിന് കൂട്ടിലിടാൻ തത്തല്ല, കൂട് ഒഴിഞ്ഞു പോയി. അപ്പോ നമ്മളും ചെയ്യുന്ന തെറ്റ് അതാണ്. ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ എല്ലാം ചെയ്യും. പക്ഷേ ഈ ജീവാത്മാവാകുന്ന തത്ത അവിടെ കിടന്ന് ഇങ്ങനെ ശോഷിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശരിയായിട്ടുള്ള ശക്തി നമുക്ക് പുറത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ഈ ആത്മാവിനെ പരിപോഷിപ്പിക്കാനായിട്ടുള്ള കർമ്മം എന്താണ്? ഭക്തിയുത ഭഗവത് സേവനം, ഭക്തന്മാരുള്ള സത്സംഗം, ഭഗവാന്റെ ശാസ്ത്രങ്ങൾ പഠിക്കുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക. കലിയുഗത്തിലെ യുഗധർമ്മമായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. നമ്മൾ ഈ ഭക്തി പരിശീലിക്കുമ്പോൾ എന്താ സംഭവിക്കണം എന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണ കർണാമൃതത്തില് നമ്മുടെ വില്ലമംഗല സ്വാമി പറയുന്നുണ്ട്, വില്ലമംഗല ഠാക്കൂർ പറയുന്നുണ്ട്, ഭക്തിസ്ത്വയി സ്ഥിരതര ഭഗവൻ യതിസ്യ ദേവേന ഭവതി ദിവ്യ കിശോരമൂർത്തി മുക്തി സ്വയം മുകുലിതാഞ്ജലി സേവതേ അസ്മൻ ധർമാർത്ഥ കാമഗതയ സമയപ്രീതാൻ.
ഒരു വ്യക്തി ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ട് ഭഗവാന്റെ ഭക്തനായി മാറി പരിശുദ്ധിയിലേക്ക് വരുമ്പോ ആ ദിവ്യ കിശോരമൂർത്തിയായിട്ടുള്ള ഭഗവാൻ അല്ലെ, ബാലഗോപാലൻ, ഉണ്ണിക്കണ്ണൻ, ശ്രീ ഗുരുവായൂരപ്പൻ ആയിട്ടുള്ള ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ശരണം പ്രാപിച്ച് നമ്മൾ ആ ഭഗവാനെ സേവിച്ചു തുടങ്ങുമ്പോ മുക്തി, മോക്ഷമാണല്ലേ, മോക്ഷമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ മോക്ഷം കൈകൂപ്പിക്കൊണ്ട് ധർമ്മം, അർത്ഥം, കാമമായിട്ടുള്ള അപ്പൊ 4 ചതുർവിധ പുരുഷാർത്ഥത്തോടെ ആയിക്കഴിഞ്ഞു അല്ലെ. ധർമാർത്ഥ കാമ മോക്ഷങ്ങള് സ്വയം വ്യക്തിരൂപം എടുത്ത് തൊഴുകൈ കൊണ്ട് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്ന് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് വേണ്ടി കാത്തു നിൽക്കുവാന്നാണ്. അത്രയും ഒരു അവസ്ഥയാണ് ഈ ഭക്തിയുത സേവനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. എല്ലാവരും ഈ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നോക്കി ഓരോ ഓടുമ്പോ പരിശുദ്ധ ഭക്തി പരിശീലിക്കുമ്പോൾ ഇവരെല്ലാവരും ഈ 4 പേര് വ്യക്തിരൂപം നിങ്ങളുടെ വീടിന് മുമ്പിൽ നിന്ന് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് കാത്തു നിൽക്കും. ആ ഒരു അവസ്ഥയല്ലേ ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യേണ്ടത് അല്ലെ. ഇതെല്ലാം ഹോൾ പാക്കേജ് ആണ്, എല്ലാം പാക്കേജിന്റെ കാലഘട്ടമാണല്ലോ ഇപ്പൊ. അപ്പൊ ഈ ഭക്തി എന്നൊരു സമ്പ്രദായം, ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ എടുത്ത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിൽ പരിശുദ്ധി ഉണ്ടാകുന്നതനുസരിച്ചിട്ട് നമുക്കും നിങ്ങളുടെ അനുഭവം, ഭഗവാന്റെ ആ ഒരു അനുഭൂതി നമുക്കും ലഭ്യമാകും. ഈ ധർമാർത്ഥ കാമോക്ഷം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വീടിന് മുമ്പിൽ ഒന്ന് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് കാത്തു നിൽക്കും. ഇതാണ് അതിന്റെ അവസ്ഥ. പിന്നെ ഒരു വ്യക്തിക്ക് എന്തുമാത്രം നോളജും ഒക്കെ ഉണ്ടെങ്കിലും യസ്യാസ്തി ഭക്തി ഭഗവതി അക്കിഞ്ചന സർവേ ഗുണേ തത്ര സമാസദേ സുധാഹ ഹരോ അഭക്തിസ്യ കുതോ മഹത് ഗുണാഹ മനോരഥേ നാസ്തി ഭാവതോ ബഹി. ഇത് പ്രഹ്ലാദ് മഹാരാജ് നരസിംഹഭവനോട് ആ ഒരു ഡിസ്കഷനിൽ പറയുന്നത് 5-ാമത്തെ സ്കന്ധത്തിൽ 18-ാം അധ്യായം 12-ാം ശ്ലോകം. ഒരു വ്യക്തി ഭഗവത് ഭക്തനായി കഴിയുമ്പോൾ, ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ അയാള് സർവ്വമംഗളകരനായിട്ട് മാറുകയാണ്. അയാൾക്ക് അകിഞ്ചനമായിട്ടുള്ള ഭക്തി, ഒരു വേറൊന്നുമില്ല, പരിശുദ്ധമായിട്ടുള്ള ഭക്തി, ഒരു മാലിന്യങ്ങളില്ലാത്ത ഭക്തി ചെയ്ത് കഴിയുമ്പോൾ അയാളില് ഒരു ദേവനുള്ള ഗുണങ്ങൾ, ദേവന്മാർക്കുള്ള ഗുണങ്ങൾ മൊത്തം അതിൽ വന്നു ഭവിക്കുന്നതാണ്. അത് വളരെ സാത്വികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ് പറയുന്നത്. അപ്പോ ഈ പറഞ്ഞ അജ്ഞാതയും അജ്ഞാനവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്ന് മാറിപ്പോയി നമ്മുടെ എന്താ പറയാ അല്ലെ, ഭജനക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ അനർത്ഥങ്ങളൊക്കെ മാറും നമ്മുടെ ജീവിതത്തിൽ നിന്ന്. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ചെയ്ത് ഭഗവാന്റെ സേവനം ചെയ്ത് ഭക്തന്മാരുടെ സംഘത്തിൽ നമ്മുടെ ഗുരുവിന്റെ പ്രതിനിധിയോ പറയുന്ന അനുസരിച്ചിട്ട് നമ്മൾ സേവനങ്ങൾ ചെയ്ത് നമ്മുടെ സ്വന്തം ഊഹാഭോഗങ്ങളിൽ ചെയ്യരുത്. നമുക്കൊരിക്കലും ശരിയായിട്ടുള്ള മാർഗത്തിൽ എത്താൻ പറ്റില്ല. ഒരു ഗുരുവിന്റെ പ്രതിനിധി അല്ലെങ്കിൽ ഒരു മുതിർന്ന ഭക്തന്റെ ഗൈഡൻസിൽ നമ്മൾ ഇത് ഭക്തി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ മോക്ഷം എന്നുള്ള അവസ്ഥ, ഭക്തന്മാർക്ക് പോലും മോക്ഷം പോലും വേണ്ട, എപ്പോഴും ഭഗവാന്റെ സേവനം ചെയ്യാൻ അവസരം കിട്ടിയാൽ മതിയാണ്. ഭക്തന്മാർ ഒരു ഭക്തിയിൽ ഒരു ലെവൽ എത്തി കഴിയുമ്പോൾ ഈ മുക്തി പോലും ആഗ്രഹിക്കില്ല. പക്ഷെ എങ്കിലും നമുക്ക് ഈ അജ്ഞാത മാറി കിട്ടുമല്ലോ അല്ലെ. ഈ ശരീരമല്ല ആത്മാവാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ദ്വന്ദ്ങ്ങളിൽ നിന്നും അതിൽ നിന്നുണ്ടാവുന്ന വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ശക്തരായിട്ട് മാറാം. അതൊക്കെ എന്താ പറയാ തരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് അപ്പോഴേ സ്വായത്തമായി തീരും. ഇതാണ് ഈ ശ്ലോകത്തിനെ പറ്റി ഒരു രത്ന ചുരുക്കമായിട്ട് ഇവിടെ പറയാൻ പറ്റുന്നത്. ഹരേ കൃഷ്ണ. ആർക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ റെഫർ ചെയ്തിട്ട് പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കഥാമത പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി. ഹരേ കൃഷ്ണ. കേൾക്കാമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി, കഥാമത പ്രഭു, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. വേറെ മാർജി എന്തെങ്കിലും പറയാനുണ്ടോ? അവരുടെ അനുഭവങ്ങളോ വായിച്ചുള്ള അറിവുകളോ ഇതിൽ ഷെയർ ചെയ്യണമെങ്കിൽ പറയാം. ഇതിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഒന്നും പറയണില്ല. ഹരേ കൃഷ്ണ. വേറെ ആരും കാണുന്നില്ല. ഐശ്വര്യ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ആരും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാരും പോയെന്നോ? അതിൽ ഉണ്ടായിരുന്ന ആൾക്കാരും കാണുന്നില്ല. പോയതോ അവിടെ കരണ്ട് പോയോ എന്തോ ചെയ്തു. അല്ല, മാതാജിയെ കാണുന്നില്ല. ഇത് കൺക്ലൂഡ് ചെയ്യണമല്ലോ, അവസാനിപ്പിക്കണമല്ലോ. ആ, മാതാജിയും കണ്ടില്ല, പ്രഭുവിനെയും കാണുന്നില്ല. ഇടയ്ക്ക് പ്രഭു ചിലപ്പോ ജോയിൻ ചെയ്തായിരുന്നു. നെറ്റില്ലാതെ പോയി കാണും. ആയിരിക്കും. വേറെ ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? 10 മിനിറ്റ് സമയമുണ്ട്. ആർക്കെങ്കിലും പറയാനുണ്ടോ? പ്രഭു, ഞാനൊരു കഥ കേട്ടത് പറയൂ പ്രഭു. ചോദിക്കട്ടെ? പറയൂ പ്രഭു. ഈ അർജുനൻ യുദ്ധത്തിന്റെ തലേ ദിവസം, യുദ്ധം തുടങ്ങുന്നതിന്റെ തലേ ദിവസം ആ. ധൃതരാഷ്ട്രമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നും ആ കൂടിക്കാഴ്ചയിൽ ധൃതരാഷ്ട്രർ അർജുനെ ബ്രെയിൻ വാഷ് ചെയ്തു എന്നും ഒരു കഥ ഞാൻ കേട്ടു. ശരിയോ തെറ്റോ എന്നറിയാൻ വയ്യ. കാര്യം ഞാൻ പറയൂ പ്രഭു. അതുകൊണ്ടും ആകാം ഇങ്ങനുണ്ടായെന്ന് പറയുന്നു. നമ്മളിപ്പോ ഒരുപാട് വേർഷൻസ് ഉണ്ടല്ലോ പ്രഭു. ഒരുപാട് ആൾക്കാര് പലത് അവരുടെ മനോഭാവം വെച്ച് നമുക്കും പ്രഭു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നോ മഹാഭാരതത്തിൽ? ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? നമ്മുടെ മഹാഭാരതം പ്രഭു ഉണ്ട് വ്യാഴാഴ്ച. നമ്മൾ മഹാഭാരത സെഷൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ ചൊവ്വയും വ്യാഴവും തൽക്കാലം. ഇപ്പൊ അങ്ങനെയാണ് ഡേറ്റ്. നമ്മൾ ആധികാരികമായിട്ടുള്ള ആ ഒരു ഗ്രന്ഥം അടിസ്ഥാനമാക്കി ഒരു വർഷം പറയുക തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം എത്രത്തോളം സത്യാവസ്ഥയാണെന്ന് എനിക്ക് അറിയില്ല. അതിനെ സംബന്ധിച്ചിടത്തോന്നും അറിയില്ല. രാഷ്ട്രീയ മീറ്റിംഗൊന്നും അറിയില്ല. എനിക്ക് ഒഫീഷ്യൽ പറയുന്നത് എനിക്കറിയില്ല. ഞാനത് പഠിച്ചേരുന്നേ ഉള്ളൂ. ഞാൻ എനിക്കറിയാത്തോളം ഇതിൽ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല പ്രഭു. അത് പുതിയ അറിവ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. എവിടെയാ ഞാൻ കേട്ടോ? അത്രേ ഉള്ളു. ഏഴെന്നത് ആധികാരിക. അപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പൊ അവരവരുടെ ആയിട്ടുള്ള കുറെ വർഷം തിരക്കുന്നുണ്ട്. പക്ഷെ ആ സംഭവത്തിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ പ്രധാനമായിട്ട് പ്രഭു പറയുന്നുണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ ആ ഒരു അതിന്റെ പ്രധാനമായിട്ടുള്ള അത്യധികമായിട്ടുള്ള കാരണം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് അർജുനനെ അങ്ങനെ ആക്കി. ഭഗവാൻ തന്നെയാണ് അർജുനനെ അങ്ങനെ ആക്കി മാറ്റിയത്. കാരണം അർജുനൻ അങ്ങനെ ആയ മാത്രമാണല്ലോ ഈ ഗീത എന്ന് പറഞ്ഞ ഈ ഭഗവത്ഗീത എന്താ പറയാ അല്ലെങ്കിൽ യുഗങ്ങൾക്ക് മുമ്പ് സൂര്യദേവന് കൊടുത്തു എന്ന് പറഞ്ഞത് ആ പണിയേറ്റ് പോയല്ലോ. വീണ്ടും പറയാനൊരു സ്റ്റേജ് ഭഗവാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഒരു അവസരം ഭഗവാൻ അവിടെ ക്രിയേറ്റ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അർജുനനെ ഒരു മായ ഇതിൽ വലയത്തിലാക്കുന്ന ഭഗവാൻ. എന്നിട്ട് അർജുനനെ കൊണ്ട് അങ്ങനെ അർജുനൻ ഒരിക്കലും ഇങ്ങനെ സംശയം വരേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ആളല്ല അർജുനൻ. ഭഗവാന്റെ നാരനായിട്ടൊക്കെ വന്ന ആളല്ലേ. ലീലയിൽപ്പെട്ടതായിരിക്കും. എന്താ പ്രഭു? ഭഗവാന്റെ ലീലയിലുള്ളതായില്ല. അതെ, ഭഗവാൻ ലീലയിലുള്ള ആയിരിക്കാം. നല്ല ആണ് ഭഗവാൻ തന്നെ. ഇവിടെ പ്രഭു അത് പറയുന്നുണ്ടല്ലോ. അത് അർജുനന് അങ്ങനെ ഒരു അവസ്ഥ വരേണ്ട ആവശ്യമില്ല. പക്ഷെ പരിശുദ്ധ വരും തലമുറയ്ക്ക് ജ്ഞാനം വീണ്ടും ഉപദേശിക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഭഗവാൻ തന്നെയാണ് അൾട്ടിമേറ്റ് കാരണം. ഭഗവാൻ തന്നെയാണ് അർജുനൻ അങ്ങനെ ആക്കിയത്. കാരണം ഭഗവാന്റെ സന്തത സാഹചര്യമായിട്ടുള്ള അർജുനൻ അങ്ങനെ സംശയം വരേണ്ട ആവശ്യമില്ല. ഈ ജന്മത്തിൽ മാത്രമല്ല, ഭഗവാൻ പറയുന്നത് മുൻജന്മങ്ങൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. പല പല അവതാരങ്ങൾ എടുത്തപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു അർജുനനോട്. വരും ശ്ലോകങ്ങൾ നമുക്കത് കാണാൻ പറ്റും. കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, അർജുന നിനക്ക് ഇതൊക്കെ ഓർമ്മയുണ്ട്? അപ്പൊ എനിക്കെല്ലാം എന്റെ പൂർവ്വജന്മങ്ങളിലും എനിക്ക് ഓർമ്മയുണ്ട്, നിനക്കത് ഓർമ്മയില്ല, അതാണ് വ്യത്യാസം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ പ്രഭു പറ്റുമെങ്കിൽ എല്ലാവരും നമ്മുടെ മഹാഭാരതം ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ട് എല്ലാ വ്യാഴാഴ്ചയും. ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയാണ് ഇപ്പോഴത്തെ ഡേറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത്, തീയതിയിൽ വെച്ചിരിക്കുന്നത്. പറ്റുന്നവർ അതിൽ പങ്കെടുത്ത് നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. നമുക്ക് മഹാഭാരതത്തെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. എല്ലാവർക്കും പങ്കെടുക്കാം. നമുക്ക് അതൊരു ക്ലാസ് ആയിട്ട് മാത്രമല്ല, ചർച്ചയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാവർക്കും അഭിപ്രായം പറയാം, അവരുടെ പോയിന്റ്സ് പറയാം. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വ്യാഴാഴ്ച അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ആമുഖം സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. മഹാഭാരതം പ്രഭുവിന്റെ അടുത്തുണ്ടോ? അതെ, എന്റെ അടുത്തുണ്ട്. ഞാനും തുടങ്ങിയിട്ടുണ്ട്. ഞാനാണ് എടുക്കുന്നത് മഹാഭാരതം. ഞാൻ ഇന്നലെ കേട്ടായിരുന്നു പ്രഭുവിന്റെ ഇൻട്രൊഡക്ഷൻ കേട്ടു. നമ്മുടെ ഇസ്കോണിന്റെ ഒരു ഡിവോട്ടി എഴുതിയൊരു മഹാഭാരതം നമ്മുടെ അത് മാത്രം റെഫർ ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ അല്ല, പുറത്തുള്ള റെഫർ ചെയ്യാൻ നമുക്ക് ഇതുപോലെ പ്രഭു പറഞ്ഞ പോലെ പല കാര്യം അവർ സ്വന്തമായിട്ട് മിക്സ് ചെയ്തൊക്കെ പലതും എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആധികാരികമുള്ള മാത്രമേ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ.
കിട്ടുമെന്ന് എനിക്ക് അറിയില്ല മാതജി. അത് അല്ലാതെ കിട്ടും, ബുക്കായിട്ട് കിട്ടും മാതജി. അത് എൻ്റെ ഉള്ള കോപ്പി എന്ന് പറഞ്ഞാൽ 25 വർഷം മുമ്പ്, എൻ്റെ ഉള്ള കോപ്പി 25 വർഷം മുമ്പ് ഇറങ്ങിയ കോപ്പിയാണ് എൻ്റെ ഉള്ളത്. അതെ അതെ. അല്ല, നമുക്ക് മറ്റ് സാധാരണ കയ്യിലുള്ള മഹാഭാരതം വെച്ചിട്ട് കേൾക്കാം. വായിക്കാം. അല്ല മാതജി, മഹാഭാരതം കയ്യിൽ വേണമെന്നല്ല, നമ്മൾ സെഷനായിട്ട് ഞാൻ തന്നെ നമ്മൾ പറഞ്ഞു പോകണം. നിങ്ങൾക്കുള്ള കാരണം ആഡ് ചെയ്യാൻ, നമുക്ക് സംസാരിക്കാൻ, ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് ഞാൻ കേട്ടിരുന്നു പ്രഭു, നല്ല ക്ലാസ് ആയിരുന്നു ശരിക്കും. അത് വളരെ മൂലഗ്രന്ഥം ഒക്കെ നമ്മൾ, അത് മൂലഗ്രന്ഥം, ഒറിജിനൽ മൂലഗ്രന്ഥം നമ്മൾ നോക്കിയിട്ടാണ് അത് റെഫർ ചെയ്തിട്ടുള്ളത്. ഞാൻ പ്രധാനമായിട്ടും അത് സംസ്കൃത ശ്ലോകങ്ങൾ എടുത്തിട്ടാണ് നമ്മളത് നോക്കിയത്, അല്ലാതെ വേറെ ട്രാൻസ്ലേഷനോ വ്യാഖ്യാനം നോക്കിയിട്ടില്ല. ഒറിജിനൽ സംസ്കൃത ശ്ലോകം എടുത്തിട്ടാണ്. അപ്പൊ അതാകുമ്പോൾ നമുക്ക് വലിയ തെറ്റാണത് വരത്തില്ലല്ലോ. വേറെ ആൾ വ്യാഖ്യാനിച്ച് വരുമ്പോഴാണല്ലോ അതിനകത്ത് വേറെ തെറ്റ് വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഐഡിയ അതിനകത്ത് ചേർക്കുന്നത്. അതെ, നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ നമുക്കൊരു അത്യാവശ്യം സംസ്കൃതം അറിയാന്നുള്ളത് നമുക്കത് അറിയാൻ പറ്റുമല്ലോ, തെറ്റാണോ ശരിയാണെന്നുള്ളത്. അങ്ങനെ മാതജി. ഹരേ കൃഷ്ണ. എല്ലാവരും പങ്കെടുക്കുക. നമ്മൾ വ്യാഴാഴ്ച ചൊവ്വയാണ് ഇപ്പൊ വച്ചേക്കണം. ഇനിയിപ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കാം. ഈ വരുന്ന ചൊവ്വാഴ്ച ഉണ്ട്. ചൊവ്വയും വ്യാഴമാണ് നമ്മുടെ ഫിക്സഡ് ഡേറ്റ് ആയിട്ട് വെച്ചേക്കുന്നത്, ഇപ്പൊ തീയതി വെച്ചേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അത് പങ്കെടുക്കാം. നമുക്ക് എല്ലാവർക്കും ചർച്ച ചെയ്യാം. അറിയുന്ന കാര്യങ്ങൾ ഇതുപോലെ അല്ലെ, കഥയും ദശ മാമിത്യം ദുഷ്യന്തി രമന്തിച്ച്, ഒരാൾ മാത്രം പറയല്ല, ഭഗവാന്റെ ഭക്തന്മാർ കൂടിയിരുന്ന് ഭഗവാനെ പറ്റിയിട്ട് ചർച്ച ചെയ്യണം എന്നാണ് പറയണം അല്ലെ. എന്നിട്ട് തുഷ്യന്തി രമന്തി, ആനന്ദിക്കണം എന്നാണ് ഭഗവാൻ തന്നെ പറയണം. നമുക്ക് ഭഗവാനെ പറ്റി ചർച്ച ചെയ്യാം. ദിവസം ഒരു 1/2 മണിക്കൂറോ 3 മണിക്കൂർ ഭഗവാൻ വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്ത് ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയോ ലോക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെ, പല അസോസിയേഷൻ. നമുക്കത് ഒഴിച്ചുവിടാൻ പറ്റില്ല. നമുക്ക് പല ആൾക്കാരുടെ അടുത്ത് നമ്മൾ അത് കേട്ടപ്പെട്ടു. പക്ഷെ ഇതിനു വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഭഗവാൻ പറഞ്ഞ തുഷ്യന്തിചാരാമതിച്ച് ആനന്ദിക്കാം. നമുക്ക് ഭഗവാന്റെ ലീലകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ മനോഹരവും അതിസുന്ദരങ്ങളാണ്. എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല. നമുക്ക് വീണ്ടും വീണ്ടും ഒരേ കഥ അല്ലെ, ഒരേ സപ്താഹം തന്നെ ഒരേ ഗ്രന്ഥം വെച്ചാൽ സപ്താഹം നടക്കണം. അപ്പൊ എത്ര സപ്താഹം നമ്മൾ വീണ്ടും വീണ്ടും സപ്താഹം കേൾക്കാൻ വന്നതുകൊണ്ടാണ് ഭഗവാൻ ലീലകൾ അത്രയും മധുരമുള്ളതുകൊണ്ടാണ് അല്ലെ. ഒരിക്കലും ബോറടിക്കില്ല ഭഗവാന്റെ ലീലകൾ കേട്ട. ഒരേ കഥ തന്നെ, ഒരേ വെണ്ണം മോഷ്ടിക്കുന്ന കഥ, കാളയമർദ്ദനം, എല്ലാം നമ്മൾ ഈ കാണുന്ന എന്താ പറയാ ഗോപികാഗീതം, ഇതൊക്കെ നമ്മൾ അല്ലെ എല്ലാം റിപ്പീറ്റഡ്. പക്ഷെ നമ്മൾ ഒരിക്കലും ബോറടിക്കാറില്ല. കാരണം ഭഗവാന്റെ ഗുണനാമ ലീല ഹരേ കൃഷ്ണ നമ്മളല്ലേ ഇത്രയും വർഷമായിട്ട് ജപിച്ചുകൊണ്ടിരിക്കണം, നമുക്ക് ബോറടിക്കാറുണ്ട് ഇല്ല. കാരണം ഭഗവാന്റെ ഗുണനാമ ലീല മാധുര്യങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ഒരു ഭൗതികമായിട്ടുള്ള അല്ല. ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഈ ഭൗതിക ലോകത്തിലെ പ്രോഡക്റ്റ് അല്ല. ഇതെല്ലാം സാക്ഷാൽ ഗോലോകത്ത് നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഒരിക്കലും അത് ഭൗതികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹരേ കൃഷ്ണ. അതിന്റെ പ്രഭു, ഹരേ കൃഷ്ണ. മാജി വിളിച്ചിരുന്നു, മാജി കണ്ടില്ല. ഞാൻ ഒരു കോൾ വന്നു പ്രഭു ഇടയില്. പ്രഭു, ഞാന് പ്രഭുവിനെ ഹോസ്റ്റ് ആക്കി ഒന്ന് ഇറങ്ങിക്കോട്ടെ. എനിക്ക് ഭക്തിശാസ്ത്ര ക്ലാസ് ഉണ്ടായിരുന്നു. പ്രഭു ഡിസ്കസ് ചെയ്യണം, കുഴപ്പമില്ല. കഴിഞ്ഞു മാജി. ഇവിടെ നമുക്ക് ചൊവ്വാഴ്ച സംസാരിച്ചു. ബാക്കി ചൊവ്വാഴ്ച കണ്ടോളാം ഞാൻ ഇവരെ. ശരി പ്രഭു, ശരി. എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്റെ പ്രണാമം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരി കൃഷ്ണ.